നട്ടുച്ചയ്ക്കത്തെ ഒരു കിറുക്ക് കേൾക്കണോ? നല്ല വിശപ്പ്. അമ്മ ചോറും കറികളും മുമ്പിൽ വെച്ച് സ്നേഹത്തോടെ കഴിക്കും മോനെ. അമ്മയോടുള്ള സ്നേഹം പറഞ്ഞ് കഴിക്കാനിരുന്നു. ഞാൻ ചോറിനോട് പറഞ്ഞു, നീയാണല്ലോ എൻ്റെ ശരീരമാകാൻ പോകുന്നത്. വളരെ നന്ദിയുണ്ട്. നന്ദി ആരോടൊക്കെ ഞാൻ ചൊല്ലേണ്ടു എന്ന് മൂളി കഴിക്കാനിരുന്നു. അപ്പം അതാ ചോറിൻ്റെ ഉള്ളിൽ നിന്ന് ചില ശബ്ദങ്ങൾ. ഞാനാടാ കടയിൽ പോയി അരി വാങ്ങി വന്നത് അച്ഛൻ. ഞാനാ മോനെ ചന്തയിൽ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്നത് എന്ന് പലചരക്കയുടെ ചേട്ടൻ. ലോഡ് ഇറക്കുന്ന ചേട്ടൻ പറയുക, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്ന്. അപ്പം അതാ ലോറി ഡ്രൈവർ, ഞാനല്ലേ ഇതെല്ലാം മേടിച്ച് ഓടിച്ചുകൊണ്ട് വന്നേന്ന്. അപ്പം തന്നെ മണ്ണിൻ്റെ മണമുള്ളൊരു ശബ്ദം, മോനെ കൃഷി ഇറക്കിയത് ഞാനാ. പെട്ടെന്നൊരു കൂട്ടം ശബ്ദം, ചേച്ചിമാരാ, ഞങ്ങളാണ് വിതച്ചതും കൊയ്തതും മരിയാക്കിയതും. ഓ ശരി. അതാ ജീവൻ തുളുമ്പുന്നൊരു ശബ്ദം, മണ്ണാണ്, ഞാനാ വളം കൊടുത്തതെന്ന്. മേഘം പറഞ്ഞു, ഞാനാ വെള്ളം ഒഴിച്ചതെന്ന്. കാറ്റ്, കടല്, സൂര്യൻ, ഇവരെല്ലാവർക്കും അവരവരുടെ കഥകൾ. ഞാനായിക്കൊണ്ടിരിക്കുന്നതിൽ ഇവരുടെയൊക്കെ പങ്കോർത്തപ്പോൾ നന്ദിയോടെ സ്വാദോടെ ഞാൻ ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് പലചരക്ക് ചേട്ടനോടും ലോഡിറക്കുന്ന ചേട്ടനോടും എല്ലാവരോടും ഒരു വല്ലാത്ത ആത്മബന്ധം. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചിരിച്ച് വീട്ടിലെത്തി. ആ വിവരം വീട്ടിലെത്തി. മോൻ എന്തോ ഒരു കുഴപ്പമുണ്ട്, കിറുക്ക് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചെമ്പരത്തി പൂ പറിച്ച് ചെവിയിലോട്ടങ്ങ് വച്ചു. പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ ഓരോ കിറുക്കുകളെ.